നമസ്കാരം, ഞാൻ ജിപ്സ ബീഗം. ഇന്ന് ഞാൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ പറ്റി രണ്ട് വാക്ക് പറയണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ കവിതാ തിയേറ്ററിലെ ഷോയും കൂടെ കൂട്ടി ഒരു 3 പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടു. ഫസ്റ്റ് ഷോ കടയ്ക്ക് ശ്രീശൈലത്തിൽ നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം മോളെയും കൂട്ടി പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ 1200ഓളം പേരോട് കൂടി അത്രയും വലിയൊരു സ്ക്രീനിൽ അത്രയും വലിയൊരു തിയേറ്ററിൽ നിന്ന് ഇന്നലെയും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇന്നലെയും കൂടെ കണ്ടത് കൊണ്ട് കട്ടിങ്ങും എഡിറ്റിങ്ങും എക്സ്ട്രാ ഇല്ലാതെ റീസെൻസറിങ്ങും ഇല്ലാതെ കാണാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. നാളെ തൊട്ട് ഇനി ഇറങ്ങാൻ പോകുന്നത് പുതിയ വേർഷൻ ആയിരിക്കുമല്ലേ, പുതിയ കട്ട് ചെയ്ത് റീസെൻസറിങ് ചെയ്തിട്ടുള്ള വേർഷൻ ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ വരുന്നത്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു മലയാളി നടനായിട്ടുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാനത്തിൽ നിന്ന് വന്നിട്ടുള്ള ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണല്ലോ. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുമ്പോഴും ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോഴും ഒക്കെ ഒരു ഇന്റർനാഷണൽ സ്റ്റഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. 500-1000 കോടി ബഡ്ജറ്റിൽ VFXൻ്റെയും ഗ്രീൻമാറ്റിൻ്റെയും സഹായത്തോടു കൂടി ബ്രഹ്മാണ്ഡ സിനിമകൾ ശങ്കറും അതുപോലെ തന്നെ രാജമൗലി സാറും ഒക്കെ എടുക്കുമ്പോൾ ചെറിയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പൃഥ്വിരാജ് എന്ന രാജുവേട്ടൻ ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. സിനിമ പ്രേക്ഷകന് നൽകിയ ദൃശ്യവിസ്മയത്തെക്കുറിച്ചോ എന്റർടൈൻമെന്റ് ഫാക്ടറിനെ കുറിച്ചോ മേക്കിങ്ങിൽ കാണിച്ച അന്താരാഷ്ട്ര മികവിനെ കുറിച്ചോ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിന് പകരം സിനിമയെ കാണുന്നതിന് പകരം അത് വെറുതെ ഈ ചരിത്രം അറിയാത്തവരെ കൂടി അറിയിച്ച് ജനങ്ങളിൽ സ്പർദ്ധ വളർത്തി അവിടെ വീണ്ടും ഒരു കലാപം ഉണ്ടാക്കി അതൊരു കുരുതിക്കളമാക്കാനാണ് ഒരു വിഭാഗം ശരിക്കും ശ്രമിക്കുന്നത്. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നടന വിസ്മയമായിട്ടുള്ള നമ്മുടെയൊക്കെ ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു പ്രമേയത്തിൽ കേന്ദ്ര കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ കാണിച്ചത് തന്നെ ആ ഒരു ധൈര്യം തന്നെ ശരിക്കും പ്രശംസ അറിയിക്കുന്നുണ്ട്. കൃത്യമായ രാഷ്ട്രീയം പറയുന്ന, തീച്ചൂളയിൽ ചുട്ടെടുത്ത കാരിരുമ്പിന്റെ കരുത്തുള്ള, ഒരേ സമയം ചിന്തിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന അപ്രിയ സത്യങ്ങൾ ഈ ലോകത്തോട് ഈ തിരക്കഥയിലൂടെ പറയാൻ കാണിച്ച ധൈര്യത്തിന് മുരളി ഗോപി എന്ന നടനും ജേർണലിസ്റ്റുമായ സ്ക്രിപ്റ്റ് റൈറ്ററിന് അഭിനന്ദനങ്ങൾ. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനും അതിന്റെ വ്യാപനത്തിനും വേണ്ടിയിട്ട് ചരിത്രത്തെ വളച്ചൊടിച്ചും ഫേക്ക് നരേറ്റീവുകൾ നടത്തിയും പരസ്പരം മത്സരിച്ച് സ്വാർത്ഥതയോടെ സിനിമകൾ എടുക്കുന്ന ഈ കാലത്ത് ഇന്ത്യ എന്ന രാജ്യം എത്തപ്പെട്ട പകയുടെ രാഷ്ട്രീയത്തിന്റെ നാൾ വഴികൾ തുറന്നു കാട്ടിയതിനും സംഘപരിവാറിന്റെ മുഴുവൻ ദേഷ്യവും വിദ്വേഷവും വെറുപ്പും ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പ്രഥമ ദൃഷ്ട്യാൽ തന്നെ തിരിച്ചറിയാവുന്ന ഈ കഥാപാത്രത്തെ സ്വയം അവതരിപ്പിച്ചുകൊണ്ട് തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെയും ആത്മാഭിമാനത്തോടെയും ആത്മധൈര്യത്തോടെയും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഹോളിവുഡ് സിനിമകൾക്കൊപ്പം കിടപിടിക്കാൻ പാകത്തിന് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഓരോ കഥാപാത്രത്തിനും അനുയോജ്യരായ ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് കാസ്റ്റ് ചെയ്ത് പക്വതയോടെയും പാകതയോടെയും വളരെ കയ്യൊതുക്കത്തോടെയും ഇങ്ങനൊരു സിനിമ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് എന്ന ഫിലിം മേക്കറിൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കിനും അഭിനന്ദനങ്ങൾ. ശരിക്കും മോഹൻലാൽ എന്ന മലയാളത്തിന്റെ ഉത്സവത്തിനെ കൂടിയാണ് നമുക്ക് ഈ സിനിമയിൽ കൂടി നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ജംഗിൾ ഫൈറ്റ് ഒരെണ്ണം മതി ശരിക്കും നമ്മളെടുത്ത ടിക്കറ്റിന്റെ പൈസ വസൂലാവാൻ, അത് മാത്രം മതിയാകും. ഓരോ ഫ്രെയിമും സംവിധായകൻ എങ്ങനെയാണോ പറയുന്നത് അതേ തരത്തിൽ ആ ലെവലിൽ മനസ്സറിഞ്ഞ് ചെയ്യാൻ കഴിവുള്ള സുജിത് വാസുദേവ് എന്ന സിനിമാറ്റോഗ്രാഫറെയാണ് അടുത്തതായിട്ട് നമുക്ക് ശരിക്കും എനിക്ക് അഭിനന്ദിക്കാൻ തോന്നിയത്. ഒപ്പം ആന്റണി പെരുമ്പാവൂർ എന്ന പ്രൊഡ്യൂസറെയും. കേരള സ്റ്റോറി പോലുള്ള ഒരു പ്രൊപ്പഗണ്ട മൂവി ഇറക്കി കേരളത്തെ മാക്സിമം താറടിച്ച് കാണിച്ചപ്പോൾ സിനിമയായി കാണണമെന്ന് അങ്ങ് നോർത്തിൽ നിന്ന് ഓരിയിട്ട കുറച്ച് കോമരങ്ങൾക്കൊപ്പം
സ്വന്തം നാടിനെ മാക്സിമം നാണം കെടുത്തുന്ന കുറച്ച് കോമരങ്ങൾ കേരളത്തിൽ നിന്നുണ്ടായി. അവരാണ് ഇന്നിപ്പോൾ എമ്പുരാനെതിരെ വാളോങ്ങുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. കേരള സ്റ്റോറി എന്നും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചൊരു ഫേക്ക് സ്റ്റോറിയെ എലക്ഷൻ അടക്കം എടുത്തുപയോഗിച്ചവരാണ് ഇന്ന് കിടന്നിവിടെ അലമുറയിടുന്നത്. അവർക്കെതിരെ ശബ്ദമുയർത്തിയാൽ അപ്പോൾ പിടിച്ച് രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്തും, മതവും ജാതിയും പറഞ്ഞ് ചാപ്പ കുത്തും. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ അധികാരം കൊണ്ട് വാ മൂടി കെട്ടുന്നത് ജനാധിപത്യമല്ല, അത് ഫാസിസമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉള്ള ഒരു രാജ്യത്ത് സത്യം വിളിച്ചു പറയാൻ പറ്റാതാകുന്നതും ആക്രമിക്കപ്പെടുകയും എന്നൊക്കെ ഉള്ളത് ശരിക്കും ജനങ്ങളെ അടിമയാക്കുന്നതിന് തുല്യമാണ്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ലോർഡ് ആക്ടിന്റെ ഒരു കോട്ട് കാണിക്കുന്നുണ്ട്. അധികാരം ഒരുവനെ ദുരാചാരിയാക്കും, പരമാധികാരം ഒരുത്തനെ ജനദ്രോഹിയും. അതാണല്ലോ ഇവിടെ നടക്കുന്നതും. മോഹൻലാലിനെ പോലെ ഇത്രയും വലിയൊരു നടനും ഇത്രയും സ്വാധീനവും ഉള്ള ഒരാൾ ഇങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ സാധാരണക്കാരായ ആൾക്കാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ന്യൂസ് ചാനലിൽ വന്ന് പബ്ലിക്കായിട്ട് ശിവജി എന്ന് പേരുള്ള ഒരുത്തൻ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു നമ്മൾ തന്നെയാണ് കൊന്നതെന്നും ഇനിയും കൊല്ലാൻ മടിയില്ല എന്നും ഇത്രയും ധൈര്യത്തിൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ അടിമയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ അധികാരമുള്ള മുകളിലുള്ളവർ എന്തായിരിക്കും ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. എമ്പുരാനിൽ എല്ലാവരെയും ഒരുപോലെ കൊട്ടുന്നുണ്ട്, ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കുറേശ്ശെങ്കിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ ചിലർക്ക് മാത്രം കയറി കൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടാ? മടിയിൽ കനമുള്ളവന് മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വർഗീയതയും തീവ്രവാദവും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് വർഗീയവാദികളും തീവ്രവാദികളും. അവരെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടതും അകറ്റി നിർത്തേണ്ടതും. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതൊന്നുമല്ല രാഷ്ട്രീയം, ഇതൊക്കെ ഒരു കച്ചവട തന്ത്രം മാത്രമാണ്. ഇതുപോലെയല്ല രാഷ്ട്രീയം, ഇതൊന്നുമല്ല ജീവിതവും. വരും തലമുറകളെങ്കിലും ഇങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ, ഇതൊന്നും പിന്തുടരാതെയും ഇതൊന്നും പഠിക്കാതെയും ഇരിക്കട്ടെ. ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോൾ ചെകുത്താന്മാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്, അതും ഒരു കാരണമാണ് പുതിയ തലമുറ ഇവിടുന്ന് പലായനം ചെയ്തു പോകുന്നത് ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്. എമ്പുരാൻ ഒരു ചരിത്രമാണ്. ചരിത്രത്തെ ചരിത്രമായി തന്നെ മുരളി ഗോപി രചിച്ച ഒരു ചരിത്രം. ലോകത്തിലെ മുഴുവൻ തിയേറ്ററുകളിലും ഇപ്പോഴും ഈ നിമിഷവും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകഴിഞ്ഞ എമ്പുരാൻ എന്ന ഈ ചിത്രം ഇനി കത്രിക വെച്ചാലും ബഹിഷ്കരിച്ചാലും നിരോധിച്ചാലും ആ സിനിമ അതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ആ സിനിമ അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ്. പിന്നെ മോഹൻലാൽ എന്നൊരു നടൻ കേരളത്തിൻ്റെ പൊതുമുതലാണ്. അദ്ദേഹത്തെ ഇതുവരെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. അതെല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹവും മോഹൻലാൽ എന്ന നടൻ്റെ കൂടെ നടന്ന് അദ്ദേഹത്തിന് ഹിറ്റുകളേക്കാൾ ഫ്ലോപ്പുകൾ കൊടുത്ത രവി എന്ന സംവിധായകൻ, അദ്ദേഹം ആദ്യ ദിവസം എല്ലാ പേർക്കും ഒപ്പം സിനിമ കാണുകയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അദ്ദേഹം കൂടി കാണുകയും ലോകോത്തര നിലവാരമുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ എല്ലാവരുടെ മുമ്പിലും മീഡിയാസിൻ്റെ മുമ്പിലും ഒക്കെ അത് പറയുകയും പിന്നീട് അതിനെ മാറ്റി പറയുകയും ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നി അദ്ദേഹമാണ് ഇത് ആളിക്കത്താൻ ഇത്രയും കാരണക്കാരൻ എന്നും എനിക്ക് തോന്നിയിരുന്നു. അല്ലായിരുന്നു ഒന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം വഷളാകുമായിരുന്നില്ല. ആദ്യ ദിവസം സംവിധായകനെയും അതിലെ നടനെയും ഒക്കെ വാനോളം പുകഴ്ത്തുന്നതായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് എന്താ പറ്റിയെന്ന് പിന്നെ മനസ്സിലായിട്ടില്ല. പിന്നെയാണ് അതിൽ അദ്ദേഹം രാഷ്ട്രീയം കണ്ടതും അതിനെ മോശമാക്കിയതും ലാലേട്ടനെ കൊണ്ട് മാപ്പ് പറയുമെന്ന് അദ്ദേഹം പറഞ്ഞതും അതിനുശേഷം ലാലേട്ടൻ മാപ്പ് പറഞ്ഞതും അത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്തതും ഒക്കെ. സത്യത്തിൽ ഇത് ശരിക്കും ഒരു നാണം കെടുത്തുന്ന സംഭവം തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഇത്രയും ആൾക്കാർ ഓന്തിനെ വെല്ലുന്ന രീതിയിൽ അദ്ദേഹം നിറം മാറുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് സത്യമല്ലേ? അങ്ങനത്തെ ഒരു പ്രവൃത്തിയല്ലേ അദ്ദേഹം ചെയ്തത്. ഇതിൽ ഈ സിനിമ ഇതൊരു റീസെൻസറിങ്ങിനോ അതല്ല ഇതിലൊരു കട്ട് വേണമെന്ന് എല്ലാവരും പറയുമ്പോൾ, എല്ലാ പേരുമല്ല വളരെ ചുരുക്കം പേര് പറയുമ്പോൾ അങ്ങനെ ഒരു കട്ടിങ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
എന്നെ പോലുള്ള പല പ്രേക്ഷകർക്കും അത് തോന്നിയിട്ടില്ല. അത് എല്ലാ പേരും അവരുടെ എതിർപ്പ് അതുപോലെ അറിയിക്കുന്നുമുണ്ട്. എന്തായാലും സ്റ്റീഫന്റെ 3ാം വരവ് ഞാൻ എന്തായാലും കാത്തിരിക്കുന്നുണ്ട്. എന്നെപ്പോലെ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ടെന്ന് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കമന്റ് ബോക്സിൽ നിന്നും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളിൽ നിന്നൊക്കെ മനസ്സിലായി. ഞാൻ ഒരാളല്ല എന്നും ഒരുപാട് പേർ പിന്തുണയ്ക്കുന്നുണ്ടെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം എത്രയൊക്കെ കട്ട് ചെയ്താലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കാണേണ്ടവരെല്ലാം കണ്ടു. ഇത്രയും ലക്ഷം, ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു. അവരുടെ മനസ്സിൽ ഇതൊന്നും പോവില്ല. അറിയാത്ത ആൾക്കാരെ എല്ലാം ഇത് അറിയിച്ചു. എനിക്ക് തോന്നുന്നു 2002 ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ്, UPSലോണ്ട് പഠിക്കുന്ന ടൈമാണ് ആ സമയങ്ങളൊക്കെ. ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സിനിമ നടന്നതിന് ശേഷം അത് കണ്ടു കഴിഞ്ഞപ്പോഴും ഒന്നും തോന്നിയില്ല. പക്ഷെ ഈ വിവാദമായപ്പോൾ ഞാൻ പുറകിലോട്ട് നോക്കിയതുപോലെ, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയതുപോലെ എന്തുമാത്രം ആൾക്കാരെ അറിയാത്ത സംഭവത്തിനെ എന്തുമാത്രം ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുത്തത്. ഇങ്ങനൊരു കലാപവും ഇതിപ്പോ ഫേക്കാണെന്ന് വെച്ചോ, ഇത് ചരിത്രത്തെ വളച്ചൊടിച്ചെന്നോ അല്ലെങ്കിൽ ഇതല്ലായിരുന്നു ചരിത്രമെന്നോ ആണെങ്കിൽ ശരിക്കും ഇത് കട്ട് ചെയ്യിച്ച് പേടിച്ച് വിരണ്ട് ഇത് കട്ട് ചെയ്യുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അവർ ചെയ്യേണ്ടത് എന്താ, ഇതല്ല സത്യമെങ്കിൽ അടുത്ത സത്യം എന്താണ്, അവർ അത് ഷൂട്ട് ചെയ്ത് ഇതേപോലെ കാണിക്കണമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ അത് പോയി കാണുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നല്ലോ എന്താണ്, ഇതാണോ അതാണോ സത്യമെന്ന്. വാർത്തകളും മാധ്യമങ്ങളും ബാക്കിലോട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് സത്യമെന്നും എന്തൊക്കെയാണ് മിഥ്യയെന്നും. എത്ര നാൾ കണ്ണി പൊടിയിടും. ഇപ്പോൾ ഇന്നിപ്പം ഈ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ എത്ര ദിവസം ഇത് യൂട്യൂബിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കെതിരെ ഇനി എന്തെങ്കിലും ഭീഷണി വരുമെന്ന് എനിക്കറിയത്തില്ല. കാരണം കൊടികുത്തിയ ആൾക്കാരൊക്കെ മാപ്പ് പറയുകയും പേടിച്ചറണ്ടിങ്ങനെ ഇരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് എന്നെയൊക്കെ പോലുള്ള സാധാ ഞാഞ്ഞൂലുകളെ പോലെയുള്ള ആൾക്കാർ, എനിക്കറിയില്ല എന്താണെങ്കിലും ശരി, എനിക്ക് ഇത്രയും പറയാനുള്ള നട്ടലുറപ്പ് എനിക്കുണ്ട്. പിന്നെ ആരുടെയും ചെലവിലോ ആരുടെയും സ്ഥാനമാനങ്ങളോ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയും സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് ജീവിക്കുകയും സ്വന്തമായിട്ട് എൻ്റെ കുടുംബം നോക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിതൊക്കെ വെറും ഫുള്ള് കൊഴിഞ്ഞു പോയി അതിലൊരെണ്ണമായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ. കാരണം ഞാൻ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഇനി ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതുപോലെ പ്രതികരിക്കുന്ന ആൾക്കാരെ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് പലതവണ എന്നെ സുഡാപ്പിയാക്കി, കമ്മിയാക്കി, കൊങ്ങിയാക്കി ഒക്കെ ചെയ്തു. അതുപോലെ ഇപ്പം വരാൻ പോകുന്ന ഒന്നുകിൽ ഞാൻ തീവ്രവാദിയായിട്ടായിരിക്കും മുദ്ര കുത്തുക അല്ലെങ്കിൽ ചാപ്പ കുത്തുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ സുഡാപ്പിയാക്കാം. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ പറയും വേറെ ആരെയൊക്കെ സുഖിപ്പിച്ചിട്ട് വേറെന്തോ നേട്ടത്തിനാണെന്ന് പറയാം. അല്ലെങ്കിൽ ഒന്നിനും പറ്റാതെ ഒരു പെണ്ണ് പ്രതികരിച്ചാൽ പറയുന്നത് വല്ല പ്രോസ്റ്റിറ്റ്യൂട്ടിന് വെടിയെന്നായിരിക്കും. സാധാരണ എല്ലാ സ്ഥലത്തും കണ്ടുവരണം ഇതൊക്കെയാണ്. ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ വീട്ടിന് നേരെ ബോംബെറിയോ, അത് എൻ്റെ വീട്ടിന് നേരെ കല്ലെറിയോ, അത് എന്നെ വെട്ടിക്കൂട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ അങ്ങനെയാണെങ്കിൽ എത്ര പേരെ ചെയ്യണം ഇതൊക്കെ. അങ്ങനെയൊക്കെ പേടിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അങ്ങനെയൊക്കെ പേടിച്ച് എത്ര നാൾ കടുകിനുള്ളിൽ ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ എത്ര നാൾ നാട് വിട്ട് ഒളിച്ചിരിക്കും. ജീവിക്കുന്നെങ്കിൽ അതൊരു നട്ടലുറപ്പോടെ തന്നെ വേണം ജീവിക്കാൻ. എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. ഞാൻ ഇത്രയും നാൾ ജീവിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. ഇതേ ഞാൻ തന്നെയാണ് ഈ പ്രതികരിച്ച ഇതേ ഞാൻ തന്നെയാണ് മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത്, അത്രയും ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് മേപ്പടിയാൻ ഞാൻ പോയി കണ്ടതും. അത് ഷാനു കാക്കൂർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, പുള്ളിയുടെ സിനിമയുടെ കഥ പറയാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഈ സിനിമ കാണണമെന്നുണ്ട്, ഞാൻ പോയില്ല. അപ്പം തിയേറ്ററിൽ ആളുടെ എണ്ണം കുറവെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പോയി വളരെ ചുരുക്കം പേരുണ്ടായിരുന്നു. ഞാൻ പോയി കാണുകയും എനിക്കതിൽ വേറെ ഒന്നും ഫീൽ ചെയ്തില്ല, ഒരു നെഗറ്റീവും ഫീൽ ചെയ്തില്ല. അത് ഉണ്ണി എന്ന് പറയുന്ന ആ നടനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ പോയി കണ്ടത്. അത് സംഖ്യ ആയെങ്കിലും പുള്ളി ഇനി വേറെന്തെങ്കിലും ആണെങ്കിലും ശരി. അതേപോലെ സിനിമേനെ ഞാൻ എപ്പോഴും സിനിമയായിട്ട് കാണുന്ന ഒരാളാണ്. അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അനീതികളെ എതിർക്കുകയും സാമൂഹിക വിഷയങ്ങൾ ഞാൻ പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്, ഇനിയും ചെയ്യും. അതുപോലെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് എന്നെ ഒരുപാട് പേര് ഞാൻ സംഖ്യയാണെന്ന് വിചാരിച്ചിട്ട് സുരേഷ് ഗോപി എന്ന നടന്റെ മകളുടെ കല്യാണത്തിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ, കാരണം ഒരു അച്ഛൻ, സുരേഷ് ഗോപി എന്നൊരു അച്ഛനെ കുറിച്ചിട്ടാണ് ഞാൻ അതിൽ പോസ്റ്റ് ഇട്ടത്. അന്ന് ഒരുപാട് പേര് എന്നെ കല്ലെറിയുകയും 250-500 പേരോളം എന്നെ അൺഫോളോ ചെയ്ത് പോവുകയും ചെയ്തു, ഞാൻ സംഖ്യയാണെന്നും പറഞ്ഞ്.
ഇനിയിപ്പോൾ ഇന്നിപ്പോൾ എന്നെ എന്താ കമ്മിയോ കൊങ്ങിയോ സുഡാപ്പിയോ ഒക്കെ ആവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, വ്യക്തമായിട്ടൊരു രാഷ്ട്രീയം എനിക്കുണ്ട്. ഞാൻ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മത ജാതി അല്ലെങ്കിൽ സാമ്പത്തിക അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലും ഞാൻ ഒന്നിൻ്റെയും അടിമയല്ല, ഒന്നിൻ്റെ അനുഭാവിയുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെ നട്ടൽ ഉയർത്തി നിന്ന് ഇതേപോലെ പബ്ലിക്കിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ കൂടി എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയും. ഓരോ ചാനലുകാർക്കും തന്നെ ഇപ്പോൾ പേടിയാണ്. കാരണം പല ചാനലുകളും പലരും വിളിച്ചു പലരും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത്രേ എങ്ങോട്ടാ ഈ നാടിൻ്റെ പോക്കല്ലേ? പേടി കൂടാതെ ഇനി നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇവിടെ? അത് ഏത് തരത്തിലുള്ള ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും തീവ്രവാദികൾ ആരാണെങ്കിലും അവരെ അകറ്റി നിർത്തുക തന്നെ വേണം. മനുഷ്യരായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ ജീവിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മളുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റാത്തേ ഉള്ളത്. എന്തായാലും ലൂസിഫറും കണ്ട് എമ്പുരാനും കണ്ട് ഇനി ഇതിൻ്റെ 3-ാം പാർട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളതും, ഇനി ഇതിനെക്കാട്ടിയും വിവാദമാവുമോ അല്ലെങ്കിൽ പൊട്ടിത്തെറികൾ ഇതിനെക്കാട്ടിയും വരുമോ എന്താന്നുള്ളത് നമ്മൾ അതും കണ്ട് തന്നെ മനസ്സിലാക്കാം. ഇനി വേറെ എന്തെങ്കിലും സത്യങ്ങളാണോ അതിൽ കൂടി വരാനിരിക്കുന്നത്? അത് മിക്കവാറും എനിക്ക് തോന്നുന്നു അതായിരിക്കാം. ഇതുപോലെ വേറെന്തെങ്കിലും വലിയൊരു സത്യമായിരിക്കാം അതിൽ കൂടി പുറത്ത് വരാൻ പോകുന്നത്. അപ്പം മടിയിൽ കനമുള്ളവൻ ഇങ്ങനെ പേടിക്കാതെ സത്യം എന്താന്ന് വെച്ചാൽ ഇതേ രീതിയിൽ തന്നെ ആ സത്യം നിങ്ങളും പുറത്തു കൊണ്ടുവരൂ. അതല്ലേ നല്ലത്. ഇനിയിപ്പോൾ എൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ എൻ്റെ പേരിൻ്റെ വാലറ്റോ ഒന്നും കൂട്ടിച്ചേർക്കാൻ നിൽക്കേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എപ്പോഴും മനുഷ്യനായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളത്, ഇനി അങ്ങോട്ടും മനുഷ്യനായിട്ട് തന്നെ ജീവിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് നേരെ കല്ല് ഉയർത്താൻ അല്ലെങ്കിൽ ആ സമയം വെറുതെ മെനക്കെടുത്തണ്ട, വെറുതെ വേസ്റ്റ് ചെയ്യണ്ട കാര്യമില്ല. തലതിരിഞ്ഞ സന്തതിയാണ്. എനിക്കിത്രയേ ഉള്ളൂ. ആരോടാണെങ്കിലും ശരി.